പ്രിയപ്പെട്ട സഫീർ, ഡിവൈഎഫ്ഐ പ്രതിനിധിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഹാരി, അതുപോലെ തന്നെ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിനിധികളെ, പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ വാർഡ് യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറിമാർ അടക്കമുള്ള ഏറെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ, ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ഒരു ചടങ്ങും അതോടൊപ്പമുള്ള ഒരു ഇഫ്താർ സംഗമവുമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ പൊതു ചർച്ച ലഹരിയെക്കുറിച്ചാണ്. സാധാരണ ചിന്തകളിൽ നിന്ന് വിഭിന്നമായി ഒരു മറ്റു തരത്തിലേക്കുള്ള ഇത്തരത്തിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് നാട് നീങ്ങുകയും നശിപ്പിക്കുന്ന, ലഹരി വ്യാപിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ആളുകളെ എന്ത് കടുത്ത ശിക്ഷാ നടപടികൾ കൊണ്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള ബദൽ സംവിധാനങ്ങൾ കൊണ്ട് ഇല്ലായ്മ ചെയ്യാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഭരണകൂടത്തിൻ്റെ അടുത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടാവണം. ജനകീയമായ പ്രതിരോധങ്ങൾ ഉണ്ടാവണം. നമ്മളിങ്ങനെ ഭവിഷ്യത്താണ്, ഭയപ്പാടാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുണ്ടായി വരും സമൂഹത്തിൻ്റെ തലമുറയുടെ വലിയ ഭവിഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്കൊക്കെ വലിയ പങ്കുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ വളർന്നു വരുന്ന കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്നവരൊക്കെ, എന്നെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ അന്നത്തെ സമൂഹമൊക്കെ നമ്മുടെ കരുതലോടെ കൊണ്ടു നടന്നതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾ എന്താ ഇങ്ങനെ ആയത്. ഈ സംസാരിക്കുന്ന ഞാനടക്കമുള്ള രക്ഷിതാക്കൾ, സമൂഹം അവരുടെ പോരായ്മയാണ്, അവരുടെ ജാഗ്രത കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് പലതും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതാണ്. എന്തൊക്കെ നമ്മൾ കുറ്റങ്ങൾ പറഞ്ഞാലും നമുക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പം നമ്മൾ ഇത്ര വലിയ വിശുദ്ധന്മാരായി പറയുന്നത് നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കാര്യത്തിൽ കൂടുതൽ കരുതൽ ചെയ്തു. സാഹചര്യം മാറി എന്നുള്ളത് ശരിയാണ്. ആ മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതിരോധം തീർക്കാനുള്ള ശ്രമങ്ങളും കൂടി വേണം എന്നതാണ് ഇതുപോലെയുള്ള സംഗമങ്ങൾ പറയുന്നത്. അവിടെയാണ് നമ്മൾ കടിഞ്ഞാണ് ചെയ്യുന്നത്. പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്, അതിനുള്ള സൊല്യൂഷനാണ് നമ്മുടെ ഇത്തരം ചർച്ചകളിൽ നിന്ന്, മുസ്ലിം ലീഗ് മുൻകൈ എടുത്തിട്ടുള്ള ഇത്തരം ചർച്ചകളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വരേണ്ടത് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത്തരം ഇടപെടലുകൾക്ക് സംഘടന എന്നും കൂടെയുണ്ട്. നിങ്ങൾ നയിക്കുക, ഞങ്ങൾ കൂടെയുണ്ട്. എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അവിടെയൊക്കെ മഹലുകൾ, അതിന് നേതൃത്വം, അവിടുത്തെ കുടുംബങ്ങളെ കുറിച്ച്, അവിടുത്തെ യുവാക്കളെ കുറിച്ച്, വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പരിധിവരെയൊക്കെ നമ്മുടെ മഹലുകൾക്ക് ഇത്തരം മോശം പ്രവണതകളിൽ നിന്ന്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത്തരം മദ്യം, അതുപോലെ മയക്കുമരുന്ന് തുടങ്ങിയ അപകടത്തിൽ നിന്നൊക്കെ തലമുറകളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കേണ്ടതായിരുന്നു. പക്ഷെ അതിന് സാധിക്കുന്നില്ല എന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. നമ്മൾക്ക് യുവാക്കൾക്കും ക്ലബുകൾക്കും നമ്മുടെ നാട്ടുകാർക്കും ഒരുപാട് ബാധ്യതയുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഇവിടെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇതിന് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചർച്ച ചെയ്ത് ഒരു ഇഫ്താർ സംഘടിപ്പിച്ച് പോകുക എന്നതിനപ്പുറം ഒരുമിച്ച് ചർച്ച ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ മഹലിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പഞ്ചായത്തിൽ ഒരു വാർഡിലും ഒരു ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാവും. നമുക്കറിയാം, ഈ കഴിഞ്ഞ 2025 ജനുവരി മുതൽ പത്രങ്ങൾ വായിച്ചാൽ ഒരുപാട് കൊലപാതകങ്ങൾ, 70 കൊലപാതകങ്ങൾ ഈ വർഷത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഇതിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരങ്ങൾ നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് വലിയ ഉദാഹരണം സൂചിപ്പിച്ച പോലെ കുടുംബങ്ങൾക്ക് വലിയ ബാധ്യതയുണ്ട്. തങ്ങളുടെ മക്കളെ, സമൂഹത്തെ തിരുത്തേണ്ട ബാധ്യതയിൽ ഒരു രക്ഷിതാവിനും ഒളിച്ചോടാൻ സാധിക്കില്ല. രണ്ടാമത്തെ ഇവിടെ കൂടിയിരിക്കുന്നത് പോലെ മതസംഘടനകളുണ്ട്, മഹലുകളുണ്ട്, മതസ്ഥാപനങ്ങളുണ്ട്. അവർക്ക് കൃത്യമായ ധാർമ്മിക ബോധം മക്കൾക്ക് നൽകേണ്ടതിന് അനിവാര്യത. തീർച്ചയായിട്ടും ആരൊക്കെ കാണുന്നില്ലെങ്കിലും, ആര് നിങ്ങൾ അറിയുന്നില്ലെങ്കിലും, മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ നാട്ടുകാർക്കോ നിങ്ങൾ നോക്കാനോ നിരീക്ഷിക്കാനോ സമയമില്ലെങ്കിലും ദൈവം നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള ധാർമ്മിക ബോധം അവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന അനിവാര്യമായ കാലഘട്ടമാണ്. അതല്ലാതെ മക്കളെ തടയാനോ നിയന്ത്രിക്കാനോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കടന്നു പോകുന്നു. മറ്റൊന്നിവിടെയുള്ള സാംസ്കാരിക ക്ലബ്ബുകൾക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുട്ടികളെ നമുക്കറിയാം, എല്ലാവരും നന്നായി പഠിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നുണ്ടാവില്ല. കായിക രംഗത്തോ കലാരംഗത്തോ എല്ലാവർക്കും ശോഭിക്കാൻ കഴിഞ്ഞോളമുണ്ടാവില്ല. പക്ഷേ ഇതിലൊന്നും കഴിവില്ലാത്ത കുട്ടികൾ, ഇതിൽ കഴിവുള്ള കുട്ടികൾ അത്ര മേഖലയിൽ കയറിപ്പോകും. ഈ കഴിവില്ലാത്ത കുട്ടികൾ എവിടേക്കാണ് പിന്നെ അവരുടെ ഊർജ്ജം ചെലവഴിക്കുക? തങ്ങളുടെ കഴിവ് എവിടെയാണ് തങ്ങൾക്ക് അവസരം ഉണ്ടാവുക? അത്തരം ഇടമില്ലാത്തിടങ്ങളിലേക്ക് തങ്ങളുടെ ഊർജ്ജങ്ങൾ ഇത്തരം വഴിതെറ്റിക്കൊണ്ട് ചെലവഴിക്കുന്നതിലേക്കാണ് നമ്മുടെ ഇവിടെയുള്ള സംഘടനകൾക്ക് വലിയ ബാധ്യതയുള്ളതും. അവർക്ക് കൃത്യമായ കായികപരവും അല്ലാത്തതുമായ സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടുന്ന അവസ്ഥാവിശേഷങ്ങൾ, കൃത്യമായ പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത് ബാധ്യതകൾ ഇവിടെയുള്ള ക്ലബ്ബുകൾക്കുണ്ട്. അവരുടെ ഊർജത്തെയും അവരുടെ ആരോഗ്യത്തെയും അവരുടെ സമയത്തെ കൃത്യമായി കൊണ്ട് ഡൈവേർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ വിലപിടിപ്പുള്ള സിന്തറ്റിക് ഡ്രഗ്, അതുപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മുടെ കുട്ടികളിൽ എത്തുന്നത്. അതിൽ എത്തുന്നത് നമ്മളെ കുട്ടികളായി പെട്ടുപോകുന്നതാണ്.
50 വീടിന് ഒരു 8 അംഗ കമ്മിറ്റിയുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുവാനും നിർദ്ദേശം നമ്മൾ പഞ്ചായത്തിന് അതാത് വാർഡ് മെമ്പർമാർക്ക് കൊടുത്തിട്ടുണ്ട്. ഉള്ള ആൾക്കാരോട് അവരുടെ ഹോസ്റ്റലുകളിൽ വരെ വിശദമായ പരിശോധന നടത്തി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ന്യൂനിയൂർ PSCയുടെ നേതൃത്വത്തിലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള മീറ്റിങ്ങുകളും അനുബന്ധ പ്രവർത്തനങ്ങളുമെല്ലാം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്നിട്ടുള്ളതാണ്. ന്യൂനിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാവേണ്ട മാറ്റത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള സാമ്പത്തിക മുന്നേറ്റമാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊതുബോധം സമ്പത്ത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങളിലേക്ക് ചെറുപ്പക്കാരെ തള്ളിവിട്ടതിന്റെ ഭാഗമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സമൂഹം ആത്മപരിശോധനയ്ക്ക് വിധേയമാകേണ്ട മേഖലയാണ്. അതോടൊപ്പം തന്നെ ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമായ ഘടകമാണ്. മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു വിരുദ്ധ കൂട്ടായ്മ അഞ്ചോട് രൂപീകരിച്ചിരുന്നു. ഇത് ഉപയോഗിക്കുന്ന ഒരു കുട്ടി പറഞ്ഞ കാര്യമാണ്. അവരെതിലേക്ക് പ്രേരിപ്പിച്ച ഒറ്റ കാര്യം അവരോട് പറഞ്ഞത് മദ്യവും മയക്കുമരുന്നൊക്കെ നമ്മളെ തളർത്തുന്ന ഒരു സംഭവമാണ്. ഈ MDM ആകുമ്പോൾ എന്താണ്, അത് ഉത്തേജകമാണ് വരുന്നത്, അതുകൊണ്ട് അത് ആറാമാവില്ല. അപ്പൊ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കുട്ടികളെ ഇതിലേക്ക് വരുത്തുന്നത്. അതേപോലെ വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ്. നമ്മൾ പലപ്പോഴും ഈ വിഷയത്തില് മൈക്ക് കെട്ടി വലിയ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരവസ്ഥയാണ് പല സ്ഥലത്തുള്ളത്. ഇന്നിവിടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. ഇഫ്താർ സമൂഹത്തിലേക്ക് കടക്കുകയാണ്. വാങ്ങിപ്പം കൊടുക്കും.